എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാം അപ്ലയൻസസിന്റെ സർവീസിംഗിനായി ലോക്ക് റിംഗ് ടൂളുകളും ലോക്ക് റിംഗിന്റെ വിവിധ ഫിറ്റിങ്ങുകളും എങ്ങനെ ഉപയോഗിക്കാമെന്ന്. ലക്ഷ്യങ്ങൾ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കഴിയും. 1. ലോക്ക് റിംഗ് സഹിതം 2 കോപ്പർ ട്യൂബുകൾ കണക്ട് ചെയ്യുവാൻ. 2. ലോക്ക് റിംഗ് ഫിറ്റിംഗ് കൊണ്ട് കാപ്പിലറി ട്യൂബ് കണക്ട് ചെയ്യുവാൻ. ഈ പ്രാക്ടിക്കൽ ചെയ്യുന്നതിന് ആവശ്യമായ ടൂളുകളും മെറ്റീരിയലുകളും നമുക്ക് ശേഖരിക്കാം. ട്യൂബ് കട്ടർ ഒരെണ്ണം, ട്യൂബ് കാലിപ്പർ ഒരെണ്ണം, ഡിജിറ്റൽ മൈക്രോമീറ്റർ കാലിപ്പർ ഒരെണ്ണം, ലോക്ക് റിംഗ് ടൂൾ കിറ്റ് ഒരെണ്ണം, സാൻഡ് പേപ്പർ ആവശ്യമുള്ളത്ര, ലോക്ക് പ്രെപ്പ് അഡെസീവ് ഒരെണ്ണം, ലോക്ക് റിംഗ് വിവിധ സൈസിലുള്ളത് 1 സെറ്റ്, കോപ്പർ ട്യൂബുകൾ ആവശ്യമുള്ളത്ര. കോപ്പർ ട്യൂബുകളിൽ ലോക്ക് റിംഗിന്റെ ഉദ്ദേശം നമുക്ക് ചർച്ച ചെയ്യാം. കോപ്പർ ട്യൂബുകളിൽ ചേരുന്നതുൾപ്പെടെ വിവിധ ആപ്ലിക്കേഷനുകൾക്കായി മെക്കാനിക്കൽ പൈപ്പ് കണക്ടറുകൾ നിർമ്മിക്കുന്ന ഒരു ബ്രാൻഡാണ് ലോക്ക് റിംഗ്. ലോക്ക് റിംഗ് കണക്ടറുകൾ അവയുടെ നൂതന രൂപകൽപ്പനയ്ക്ക് പേരുകേട്ടതാണ്. ഇത് പരമ്പരാഗത വെൽഡിംഗ് അല്ലെങ്കിൽ ബ്രേസിംഗ് രീതികളുടെ ആവശ്യകത ഇല്ലാതാക്കുന്നു. പകരം വിശ്വസനീയവും ചോർച്ചയില്ലാത്തതുമായ ജോയിന്റ് സൃഷ്ടിക്കുന്നതിന് ലോക്ക് റിംഗ് കണക്ടറുകൾ ഒരു തണുത്ത മെക്കാനിക്കൽ രൂപീകരണ പ്രക്രിയ ഉപയോഗിക്കുന്നു. വെൽഡിംഗ്, ബ്രേസിംഗ് അല്ലെങ്കിൽ മറ്റ് ചൂടടിസ്ഥാനമാക്കിയുള്ള രീതികൾ ആവശ്യമില്ലാതെ വിശ്വസനീയവും ചോർച്ചയില്ലാത്തതും കാര്യക്ഷമവുമായ കണക്ഷൻ നൽകുക എന്നതാണ് കോപ്പർ ട്യൂബുകളിലെ ലോക്ക് റിംഗ് കണക്ടറുകളുടെ പ്രാഥമിക ലക്ഷ്യം. നടപടിക്രമം. ടാസ്ക് 1. ലോക്ക് റിംഗ് കൊണ്ട് 2 കോപ്പർ ട്യൂബുകൾ കണക്ട് ചെയ്യുക. സ്റ്റെപ്പ് 1. ഒരു ട്യൂബിംഗ് കട്ടർ ഉപയോഗിച്ച് കോപ്പർ ട്യൂബുകൾ ആവശ്യമുള്ള നീളത്തിൽ മുറിക്കുക. സ്റ്റെപ്പ് 2. കോപ്പർ ട്യൂബിന്റെ അറ്റത്ത് നിന്ന് ഏതെങ്കിലും ബറുകളോ പരുക്കൻ അരികുകളോ നീക്കം ചെയ്യാൻ ഒരു ഡീബാറിംഗ് ടൂൾ പ്രയോഗിക്കുക. ലോക്ക് റിംഗ് കണക്ടറിന് സുഗമവും തുല്യവുമായ ഉപരിതലം ഉറപ്പാക്കാൻ ഇത് സഹായിക്കുന്നു. സ്റ്റെപ്പ് 3. ശരിയായ ലോക്ക് റിംഗ് സൈസും മെറ്റീരിയലുകളും തിരഞ്ഞെടുക്കുക. സൈസ് 1.6 മില്ലിമീറ്റർ മുതൽ 35 മില്ലിമീറ്റർ വരെ ലഭ്യമാണ്. സ്റ്റെപ്പ് 4. ട്യൂബ് കാലിപ്പറുകൾ കൊണ്ട് ട്യൂബിന്റെ വലിപ്പം പരിശോധിക്കുക. കൃത്യമായി അളക്കുന്നതിന് ലഭ്യമെങ്കിൽ ഡിജിറ്റൽ മൈക്രോമീറ്റർ കാലിപ്പർ ഉപയോഗിക്കുക. സ്റ്റെപ്പ് 5. ട്യൂബും ലോക്ക് റിംഗ് ഫിറ്റിംഗും തിരശ്ചീന രേഖയിൽ സജ്ജമാക്കുക. സ്റ്റെപ്പ് 6. ലോക്ക് റിംഗ് ഹാൻഡ് ടൂൾ ഉപയോഗിച്ച് ജോയിന്റിന് മുകളിൽ ഫിറ്റിംഗ് കംപ്രസ് ചെയ്യുക. സ്റ്റെപ്പ് 7. ട്യൂബിന്റെ ബാഹ്യപ്രദേശത്തേക്ക് സീലന്റ് ലോക്ക് പ്രെപ്പ് പശ ഉപയോഗിച്ച് ട്യൂബുകൾ തിരിക്കുക. സ്റ്റെപ്പ് 8. ഇനി ലോക്ക് റിംഗ് ടൈറ്റ് ക്ലോസ് ആകുന്നതുവരെ പൂർണ്ണമായും കംപ്രസ് ചെയ്യുക. സ്റ്റെപ്പ് 9. ലോക്ക് റിംഗ് ഫിറ്റിംഗ് പൂർത്തിയാക്കിയ ശേഷം ഉണങ്ങിയ തുണി കൊണ്ട് ലോക്ക് റിംഗ് ജോയിന്റുകളും വൃത്തിയാക്കുക. 2 ട്യൂബുകൾ ബന്ധിപ്പിക്കുകയാണെങ്കിൽ മറ്റൊരു ലോക്ക് റിംഗ് കണക്ടർ ഉപയോഗിച്ച് കോപ്പർ ട്യൂബിന്റെ മറ്റേ അറ്റത്തിനായുള്ള പ്രക്രിയ ആവർത്തിക്കുക. സ്റ്റെപ്പ് 10. ലോക്ക് റിംഗ് കണക്ഷനുകൾ ശരിയായി ഇരിക്കുന്നുണ്ടെന്നും ട്യൂബുകൾ സുരക്ഷിതമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും ഉറപ്പാക്കാൻ അവ പരിശോധിക്കുക. വിശ്വസനീയവും ചോർച്ചയില്ലാത്തതുമായ ജോയിന്റ് നൽകാനാണ് ലോക്ക് റിംഗ് കണക്ടറുകൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ടാസ്ക് 2. ലോക്ക് റിംഗ് ഫിറ്റിംഗ് കൊണ്ട് കാപ്പിലറി ട്യൂബ് ബന്ധിപ്പിക്കുക. സ്റ്റെപ്പ് 1. ആവശ്യമെങ്കിൽ ട്യൂബ് വേർതിരിക്കാൻ ട്യൂബ് കട്ടർ ഉപയോഗിക്കുക. സ്റ്റെപ്പ് 2. കാപ്പിലറി ട്യൂബ് അറ്റം സാൻഡ് പേപ്പർ കൊണ്ട് വൃത്തിയാക്കുക. കാപ്പിലറി ട്യൂബിന് കേടുപാടുകൾ വരുത്താതെ ഏതെങ്കിലും ഉപരിതല മലിനീകരണം നീക്കം ചെയ്യുക എന്നതാണ് ലക്ഷ്യം. ഏകദേശം 400 അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ഗ്രിഡ് അനുയോജ്യമാണ്. സ്റ്റെപ്പ് 3. ലൂപ്പിംഗ്. കണക്ടറിന്റെ മറ്റേ അറ്റത്ത് എത്തുന്നത് വരെ കാപ്പിലറി ട്യൂബ് കടത്തിവിടുക. കോപ്പർ ട്യൂബിന്റെ മറ്റേ അറ്റത്ത് എത്തുന്നതുവരെ സ്ലൈഡ് ചെയ്തുകൊണ്ടിരിക്കുക. ലോക്ക് റിംഗ് കണക്ടർ പൂർണ്ണമായി ഇരിക്കുകയും ട്യൂബിന്റെ മുഴുവൻ ചുറ്റളവ് ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. സ്റ്റെപ്പ് 4. ലോക്ക് റിംഗിൽ ഭാഗികമായി ഇൻസേർട്ട് ചെയ്യുമ്പോൾ ലോക്ക് പ്രെപ്പിന്റെ ഒരു തുള്ളി പ്രയോഗിക്കുക. ലോക്ക് പ്രെപ്പ് ജോയിന്റിന് ചില തലത്തിലുള്ള കൊറോഷൻ പ്രൊട്ടക്ഷൻ നൽകിയേക്കാം. ട്യൂബിനും ലോക്ക് റിംഗ് ഫിറ്റിംഗിനും ഇടയിലുള്ള കൊറോഷന്റെ വികസനം തടയാൻ സഹായിക്കുന്ന ഒരു തടസ്സം സൃഷ്ടിക്കാൻ പശയ്ക്ക് കഴിയും. സ്റ്റെപ്പ് 5. ട്യൂബിന് ചുറ്റും സീലന്റ് തുല്യമായി പരത്താൻ ഫിറ്റിംഗ് 360 ഡിഗ്രി തിരിക്കുക. സ്റ്റെപ്പ് 6. കാപ്പിലറി ട്യൂബിൽ ഒരു ചെറിയ ബെൻഡ് വയ്ക്കുക. സ്റ്റെപ്പ് 7. കോപ്പർ ട്യൂബ് കൊണ്ട് മറ്റേ അറ്റം തിരിക്കുക. ലോക്ക് റിംഗ് കണക്ഷൻ പൂർത്തിയാക്കാൻ 2 കോപ്പർ ട്യൂബുകൾ ലോക്ക് റിംഗിനൊപ്പം ബന്ധിപ്പിക്കുക. സ്റ്റെപ്പ് 8. ജോയിന്റ് പൂർത്തിയാക്കിയ ശേഷം ഉണങ്ങിയ തുണി കൊണ്ട് ജോയിന്റ് തുടയ്ക്കുക. റീക്യാപ്പ്.
ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തു എങ്ങനെയാണ് 1. ലോക്ക് റിംഗ് കൊണ്ട് 2 കോപ്പർ ട്യൂബുകൾ കണക്ട് ചെയ്യുക. 2. ലോക്ക് റിംഗ് ഫിറ്റിംഗ് കൊണ്ട് ക്യാപ്പിലറി ട്യൂബ് കണക്ട് ചെയ്യുക.